വയനാട് കൊളകപ്പാറ ചൂരിമലയിൽ വീണ്ടും കടുവയുടെ ആക്രമണം എന്ന വാർത്ത കൂടി പുറത്തേക്ക് വരുന്നത്. ചൂരിമല സ്വദേശി രാജന്റെ പശുക്കിടാവിനെയാണ് കടുവ ആക്രമിച്ചു കൊന്നിരിക്കുന്നത്. ഒരു മാസത്തിനിടെ 4ാമത്തെ വളർത്തുമൃഗമാണ് കടുവയുടെ ആക്രമണത്തിന് ഇരയാകുന്നത്. ഈ സംഭവങ്ങൾ ഇങ്ങനെ തുടർച്ചയായി ആവർത്തിക്കുകയാണ് അല്ലേ? തീർച്ചയായും രാജീവ്, ഇന്നലെ പുലർച്ചെയോടെയാണ് വയനാട് കൊളകപ്പാറ ചൂരിമലയിൽ വീണ്ടും കടുവയുടെ ആക്രമണം ഉണ്ടായത്. ചൂരിമല സ്വദേശി രാജന്റെ പശുക്കിടാവിനെയാണ് കടുവ ആക്രമിച്ചു കൊന്നത്. വീടിന് സമീപമുള്ള തൊഴുത്തിൽ എത്തിയ കടുവ പശുവിനെ കടിച്ചുകൊണ്ടുപോയി. തുടർന്ന് ഈ കടുവയുടെ കാൽപ്പാടുകൾ കേന്ദ്രീകരിച്ച് നാട്ടുകാർ പ്രദേശവാസികൾ നടത്തിയ തിരച്ചിലാണ് പാതി ഭക്ഷിച്ച നിലയിൽ പശുക്കിടാവിനെ കണ്ടെത്തിയത്. ഇത് ബീനാച്ചി എസ്റ്റേറ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പശുക്കിടാവിനെ തുടർന്ന് കണ്ടത്. ഈ കടുവ പകുതി ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. മുൻപും ഈ കടുവ ഈ പ്രദേശത്ത് എത്തിയിരുന്നു. അന്ന് രാജന്റെ തന്നെ മറ്റൊരു പശുവിനെ ഈ കടുവ കടിച്ചു കൊണ്ടിരുന്നു. 2 ആഴ്ച മുമ്പും ഈ കടുവ ഇവിടെ എത്തി ഷെർലി കൃഷ്ണയുടെ ഒരു പോത്തിനെയും കൊന്നിരുന്നു. വനപാലകർ നിലവിൽ ഈ ആദ്യഘട്ടത്തിലെല്ലാം ഇവിടെ ക്യാമറയും കൂടുതലും സ്ഥാപിച്ചെങ്കിലും കടുവയെ പിടികൂടാൻ നിലവിൽ കഴിയുന്നില്ല. അതിനാൽ തന്നെ ഈ മേഖലയിൽ ജനരോക്ഷം ശക്തമായി. തുടർന്ന് വീണ്ടും മറ്റൊരു കൂടുതൽ ക്യാമറകളും ഈ പ്രദേശത്ത് സ്ഥാപിക്കാനാണ് വനംവകുപ്പിന്റെ തീരുമാനം. എന്തായാലും ജനങ്ങൾ വയനാട്ടിന്റെ മുക്കിലും മൂലയിലും ഇത്തരത്തിൽ കടുവയും കരടിയും പുലിയും കാട്ടാനകളുമെല്ലാം ജനങ്ങൾക്ക് വലിയ ശല്യം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ എന്തായാലും വനം വകുപ്പ് അധികൃതർക്ക് കഴിയുന്നില്ല. വയനാട് ജില്ലയിലെ ജനവാസ മേഖലകളിൽ തുടർച്ചയായി കടുവയും കരടിയുമൊക്കെ ഇറങ്ങുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇതിനെ തുരത്തി എന്ന് വനം വകുപ്പ് അവകാശപ്പെടുമ്പോഴും ജനങ്ങൾ വലിയ ഭീതിയിലാണ്. ഓരോ ദിവസവും കരടിയും അതുപോലെ തന്നെ കടുവയുമൊക്കെ ഇറങ്ങുന്നു. വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്ന സംഭവങ്ങൾ ഉൾപ്പെടെ തുടർക്കഥയാവുകയാണ്. വയനാട്ടിൽ നിന്ന് ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.